ഹായ് ഫ്രണ്ട്സ്, എല്ലാ പേർക്കും ഷീബാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വീട്ടിലുള്ള വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റിയും അതുപോലെ നല്ല പഞ്ഞി പോലെ സോഫ്റ്റുമായിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. എന്നാൽ നമുക്ക് ഈ ടേസ്റ്റി ആയിട്ടുള്ള പലഹാരം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായി ആദ്യം ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1/2 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് പൊടിച്ച ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. കല്ലൊക്കെയുള്ള ശർക്കരയാണെങ്കിൽ ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചതിന് ശേഷം ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് അരിച്ചതിന് ശേഷം ഒന്ന് തണുത്തിട്ട് വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 കപ്പ് വെള്ളം കുറച്ചിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. നമ്മൾ ഈ ശർക്കര മെൽറ്റ് ചെയ്യുമ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതുകൊണ്ട് അത് കുറച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ഇനി അതിലേക്ക് നമുക്ക് 1/2 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1/2 കപ്പ് പത്തിരിപ്പൊടിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. പത്തിരിപ്പൊടിയോ ഇടിയപ്പപ്പൊടിയോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുള്ള പൊടി വേണം ചേർത്ത് കൊടുക്കാൻ. ഇനി അതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടി 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ചേർത്ത് കൊടുക്കുന്നത് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ്. അതിൻ്റെ കൂടെ തന്നെ ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ബാറ്റർ റെഡിയാക്കിയതിന് ശേഷം ബാക്കി ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. 1/4 കപ്പ് വെള്ളം ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല ഫൈനായിട്ട് തന്നെ ഇതൊന്ന് അരച്ചിട്ടെടുക്കാം. ഇതിവിടെ നന്നായിട്ട് ഇനി ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മിക്സ് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു സ്പൂൺ കൊണ്ട് നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഈ കൺസിസ്റ്റൻസിയിൽ വേണം ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ട്. ഒരുപാടങ്ങ് തിക്കായി പോകാൻ പാടില്ല. കുറച്ചൊരു ലൂസായിട്ടുള്ള ബാറ്റർ വേണം തയ്യാറാക്കി എടുക്കാനായിട്ട്. ഞാനിതിലേക്ക് 1/4 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ബാറ്റർ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഇതുപോലുള്ള ചെറിയ ചെറിയ ബൗളുകളിലാണ് റെഡിയാക്കി എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വലിയ സ്റ്റീൽ പ്ലേറ്റിൽ വേണമെങ്കിലും റെഡിയാക്കി എടുക്കാവുന്നതാണ്. അതിലേക്ക് കുറച്ച് നെയ്യോ ഓയിലോ ഒന്ന് എല്ലാ ഭാഗത്തും ഒന്ന് ബ്രഷ് ചെയ്തിട്ട് എടുക്കാം. ഞാനിവിടെ നെയ്യാണ് ഒന്ന് ബ്രഷ് ചെയ്തെടുക്കുന്നത്. എല്ലാ ബൗളിലും നെയ്യൊന്ന് ബ്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ബൗളിൻ്റെ പകുതി ഭാഗം വെച്ചാണ് ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്നത്. എല്ലാ ബൗളിലും ബാറ്റർ ഒന്ന് ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ആവിയിലൊന്ന് വേവിച്ചിട്ടെടുക്കണം. അതിനായി ഞാനിവിടെ സ്റ്റീമറിലേക്ക് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം നന്നായിട്ട് ഇനി തിളച്ച് വന്നതിന് ശേഷം ഓരോന്നോരോന്നായി അതിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അടച്ച് വെച്ചതിന് ശേഷം ഒന്ന് സെറ്റായി വരുന്നതിൽ ഒരു 2 മിനിറ്റ് ഒന്ന് വേവിച്ചിട്ടെടുക്കാം. അതിനുശേഷം നമുക്ക് അതിൻ്റെ മുകളിലായിട്ട് കാഷ്നട്ട് വെച്ച് ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. ആദ്യം നമുക്കത് അടച്ച് വെച്ചതിന് ശേഷം ഒരു 2 മിനിറ്റ് ഒന്ന് വേവിച്ചിട്ടെടുക്കാം, ഒന്ന് സെറ്റായി വരുന്നതുവരെ. ഇതിപ്പോൾ വേകാൻ വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി അടപ്പൊന്ന് തുറന്ന് നോക്കാം. ഇതിപ്പോൾ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കാഷ്നട്ട് ഞാനിവിടെ ചെറിയ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് വെച്ച് ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് വെച്ച് ഗാർണിഷ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് അടച്ചു വെച്ചതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ഇതൊന്ന് വേവിച്ചിട്ടെടുക്കാം. ഇതിപ്പോൾ വേകാൻ വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് അടപ്പൊന്ന് തുറന്ന് നോക്കാം. ഇത് കുക്കായിട്ടുണ്ടോ എന്ന് ഒരു ടൂത്ത് പിക്ക് എന്തെങ്കിലും കൊണ്ട് ഒന്ന് കുത്തി നോക്കണം. ക്ലീനായിട്ട് കിട്ടുന്നെങ്കിൽ കുക്കായി വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റും കൂടെ ഇതൊന്ന് വേവിച്ചിട്ട് എടുക്കേണ്ടതാണ്. ഇതിപ്പോൾ നന്നായിട്ട് ഇനി ക്ലീനായിട്ട് ഇനി കിട്ടിയിട്ടുണ്ട്. ഇതിവിടെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് തണുത്തതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം.
ഇതിപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഞാനൊരു സ്പാച്ചില കൊണ്ട് ഒരു സൈഡെല്ലാം ഒന്ന് വിടിയിച്ചെടുത്തിട്ടുള്ളതാണ്. നമുക്കിനി പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. നല്ല ടേസ്റ്റിയും അതുപോലെ നല്ല പഞ്ഞി പോലെ സോഫ്റ്റുമായിട്ടുള്ള പലഹാരമാണിത്. ഒട്ടും തന്നെ ഓയിലൊന്നും ചേർക്കാതെയാണ് ഇത് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. നല്ല ഹെൽത്തിയുമാണ്. എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് വീട്ടിലുള്ള ചേരുവകൾ കൊണ്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുതേ. പുതിയൊരു വീഡിയോയുമായി